ശ്രീ മധുവസ് നായർ, അതുപോലെ വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, നമ്മൾ VDNs എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു അഭിനന്ദനങ്ങൾ. കാരണം നമ്മുടെ വിശിഷ്ടാതിഥികളുടെ ഒരു അറിവിലേക്ക് പറയുകയാണ്, ഇതിൽ എനിക്കോ അല്ലെങ്കിൽ സത്യനാരായണനോ യാതൊരു റോളും ഇല്ല. ഇത് ഇവരുടെ ആക്ടിവിറ്റിയാണ്. നിങ്ങളുടെ പോലെ ഒരു ഗസ്റ്റ് മാത്രമാണ്. പക്ഷെ ഇതിന്റെ ചരിത്രം വേണമെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കാം. അതായത് ഏകദേശം 10 വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു ആശയം തോന്നിയത്. അന്ന് എന്തുകൊണ്ട് ഇതുപോലെ കേരളത്തിലെ വ്യവസായങ്ങൾ വളരാനായിട്ട്, ചെറുകിട വ്യവസായങ്ങൾ വളരാനായിട്ട് ഒരു കൈത്താങ് കൊടുത്തുകൂടാ എന്നുള്ള ആശയം സത്യനാരായണനാണ് ആദ്യം അവതരിപ്പിച്ചത്. അത് അങ്ങനെ തുടങ്ങി വെച്ചു. ആദ്യം ഒരു ബാച്ച് നടത്തി, അതിന്റെ സക്സസ് കണ്ടിട്ട് അടുത്ത ബാച്ച്, ഇങ്ങനെ ബാച്ചുകൾ കൂടിയപ്പോൾ അവർ തമ്മിൽ ഒരു അലുമിനി അസോസിയേഷനായി. അത് കൂടിക്കൂടി ഏകദേശം 600 പേര് ഉള്ള ഒരു ഗ്രൂപ്പാണ്. അതില് 5 crores തൊട്ട് 50 or 500 crores വരെ ടേൺ ഓവർ ഉള്ളവര് ഇതിന്റെ ഇടയിലൊക്കെ ഇവിടെയൊക്കെയോ ഉണ്ട്. അത്രയും പറയാം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നമ്മുടെ കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം വളർത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരിക്കലും ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. കാരണം നമുക്ക് കേൾക്കേണ്ടത് നമ്മുടെ ഇന്ന് കിട്ടിയ വിശിഷ്ട അതിഥികളുടെ കയ്യിൽ നിന്നാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടേണ്ടത്. എനിക്ക് ഏറെ അഭിമാനമുണ്ട്. മധുവസ് നായർ ഞങ്ങളുടെ അടുത്ത നാട്ടുകാരാണ്. ഏകദേശം ഒരു 12 കിലോമീറ്റർ അകലെയാണ് ഗുരുവായൂർ. അതിൻ്റെ അടുത്താണ് എൻ്റെ നാട്. അപ്പോൾ ശ്രീ മധുവസ് നായരെ പറ്റി ഞാൻ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ, കേരളം കണ്ടിട്ടുള്ള മഹൽ വ്യക്തികളായിരുന്നു ഒന്ന് അമൂൽ കുര്യൻ, അതുപോലെ ഈ ശ്രീധരൻ. അതുപോലെ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. കാരണം പബ്ലിക് സെക്ടർ കമ്പനികൾ ഏറ്റവും നല്ല നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ള അതൊരു പ്രത്യേക ഒരു ആർട്ട് തന്നെയാണ്. അത് എങ്ങനെ അത് സാധിക്കുന്നു എന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹം തന്നെ വിവരിക്കും. ഞാൻ അദ്ദേഹത്തിന്റെ ടോക്കിന് മുമ്പ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അദ്ദേഹം ഊന്നി പറയാറുള്ളത് പീപ്പിൾ ഫ്രണ്ട്ലി അപ്രോച്ച് ആണ് എന്ന്. ഇന്നിപ്പോ എന്താ പറയാമെന്ന് എനിക്കറിയില്ല, അദ്ദേഹം തന്നെ പറയട്ടെ. അതുപോലെ നമുക്ക് കിട്ടിയ വേറൊരു ഗസ്റ്റ് ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് ഏറ്റവും പോപ്പുലറായ കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും, ചെറുപ്പക്കാർക്കും വയസ്സായവർക്കും എല്ലാവർക്കും പ്രിയങ്കരനായ ഷെഫ് പിള്ള, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നമുക്ക് കേൾക്കാം. ഞാൻ ഈ അടുത്താണ് അവിടെ സീറ്റ് കിട്ടിയുള്ളൂ. ഇവിടെ പോയിട്ടുണ്ടായിരുന്നു, പലതവണ പോയിട്ടും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരത്തെ കുട്ടി ബുക്ക് ചെയ്ത്, കാരണം ഷെഫ് പിള്ള ഇന്നിവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് നിർബന്ധമായിട്ടും നേരത്തെ കുട്ടി ബുക്ക് ചെയ്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി, അതിൻ്റെ അവിടുത്തെ ഒരു എന്താ പറയാ, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിച്ച് ഒരു ബിസിനസ് വളർത്തിയെടുത്തു എന്നുള്ളതിൻ്റെ. അതുപോലെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് ഇതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിച്ച ഇത്തവണത്തെ പ്രസിഡന്റ് ശ്രീ സജി, പാർവതി, നമ്മുടെ രാജീവ്, അങ്ങനെ ഓരോരുത്തരും, സജിത, ഇവരൊക്കെ വിളിയോട് വിളിയായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി വിജയിപ്പിച്ചതിൽ ഓരോ VDNസിനും, പ്രത്യേകിച്ച് നമ്മുടെ പാസ്റ്റ് പ്രസിഡന്റുമാർ പോലെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഒരു അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir.